കട്ടൻ ചായയും പരിപ്പുവടയും എന്ന താൻ എഴുതാത്ത പുസ്തകം തന്റെ ആത്മകഥയെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അപമാനിക്കാനാണെന്ന് ഇ.പി. ജയരാജൻ. പുസ്തകത്തിൽ താൻ എഴുതാത്ത കാര്യങ്ങളാണ് വിവാദമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. എന്നെ ആക്ഷേപിക്കുക കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തുകൊണ്ടൊരു പുസ്തകം ഇവിടെ വന്നില്ലേ? എത്രമാത്രം അപമാനകരമായ സംഭവമായിരുന്നത്. ഞങ്ങളൊക്കെ ക്ഷമിച്ച് ക്ഷമയുടെ അവസാന ഘട്ടം വരെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ പരിഹസിക്കാൻ വേണ്ടി അന്ന് മാധ്യമക്കാരുണ്ടാക്കിയതാണത്. മകന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വാർത്തയായ കാര്യങ്ങളൊന്നും പുസ്തകത്തിൽ ഇല്ലെന്നും ജയരാജൻ പറഞ്ഞു. പുസ്തകം വായിച്ചവർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. എൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പോയി അങ്ങനെ വാക്കോ ഒന്നുമില്ലതിൽ കൂട്ടിച്ചേർത്ത് എഴുതുകയാണ്. അതിൽ വന്നിരിക്കുന്ന വാർത്തകളൊന്നും ഈ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കാം. ആ പുസ്തകത്തിലുള്ളതല്ല കൊടുത്തത്. ഈ പറഞ്ഞതൊന്നും അതിലില്ല. എഴുത്തു തുടരുമെന്നും ആത്മകഥയുടെ ബാക്കി എഴുതി വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഗൾഫിലെ ആദ്യ വിൽപ്പനാ ചടങ്ങും ഷാർജയിൽ നടന്നു. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ റൈറ്റേഴ്സ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ CPM നേതാവ് P. സരിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മീഡിയ 1 ഷാർജ.